ഹായ് ഹലോ മൈ ഡിയർ ഫ്യൂച്ചർ മെഡിക്കൽ കോഡേഴ്സ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു സെക്ഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് മെഡിക്കൽ ടെർമിനോളജി എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മളൊന്ന് പഠിക്കാൻ പോകുന്നത് മെഡിക്കൽ ടെർമിനോളജി എന്താണെന്നാണ്. അപ്പോൾ എന്താണ് മെഡിക്കൽ ടെർമിനോളജി? ദ സ്റ്റഡി ഓഫ് എ മെഡിക്കൽ ടേം ഈസ് കോൾഡ് മെഡിക്കൽ ടെർമിനോളജി. അതായത് മെഡിക്കൽ ടേംസിനെ കുറിച്ചുള്ള പഠനമാണ് മെഡിക്കൽ ടെർമിനോളജി. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് നോക്കാൻ പോകണം. അപ്പോൾ നമുക്ക് ഈ ഒരു മെഡിക്കൽ ടെർമിനോളജി അറിഞ്ഞിരിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് 3 കാര്യങ്ങളാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. എന്താണ്? പ്രിഫിക്സ്. നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് പ്രിഫിക്സ്. ഓക്കെ, നമുക്ക് പ്രിഫിക്സ് എഴുതി ഇനി അടുത്ത് നമുക്ക് വേറൊരു കളർ എടുക്കാം. അപ്പോൾ നമ്മൾ പ്രിഫിക്സ് എഴുതിക്കാനായിട്ട് നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് റൂട്ട് വേർഡ്. അടുത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മെയിൻ കാര്യമാണ് റൂട്ട് വേർഡ്. അപ്പോൾ നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് എന്താണ്? സഫിക്സ് ആണ് നമ്മൾ അടുത്തായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഓക്കെ, ഒരു എഫ് കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ എഫ് കൂടി സൈഡിൽ എഴുതിയാണ്. അപ്പോൾ നമ്മൾ സഫിക്സ്, റൂട്ട് വേർഡ്, പ്രിഫിക്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ 3 കാര്യമാണ് നമ്മൾ എന്തായാലും നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് പ്രിഫിക്സ്, റൂട്ട് വേർഡ്, സഫിക്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ആക്ച്വലി നമ്മളൊരു പ്രിഫിക്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഒരു വേർഡ് എടുക്കാം നമ്മൾ. അപ്പോൾ നമ്മൾ വേറൊരു ഇംഗ്ലീഷ് കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു എക്സാമ്പിളായിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത് കാർഡിയോളജി എന്നൊരു വേർഡാണ്. എന്താണ് കാർഡിയോളജി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? അതായത് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു മേഖലയാണ് അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആണ് കാർഡിയോളജി. ഓക്കെ, അത് നമ്മൾ 2 വേർഡായിട്ട് നമ്മൾ തിരിക്കാൻ പോകുന്നതാ. ഇങ്ങനെ നമ്മൾ തിരിച്ചു. അപ്പോൾ എന്തായി? കാർഡി ആൻഡ് ഓളജി. അപ്പോൾ ഈ 2 വേർഡ് നമ്മൾ സെപ്പറേറ്റ് ആക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ വേർഡിൽ സഫിക്സ് ആൻഡ് പ്രിഫിക്സ് നമ്മൾ നോക്കാൻ പോകണം. അപ്പോൾ ഈ സഫിക്സ് ആൻഡ് പ്രിഫിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും the beginning part of a root word is called, ഇതാണ് root word. ഓക്കെ, അപ്പോൾ root word is called prefix. the beginning part of a root word is called prefix. അതായത് ആദ്യ ഭാഗം, ഒരു റൂട്ട് വേർഡിൻ്റെ ആദ്യ ഭാഗത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രിഫിക്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, എന്താണ് അപ്പോൾ പ്രിഫിക്സ്? ഇതാണ് പ്രിഫിക്സ്. ഇതാണ് പ്രിഫിക്സ്. ഓക്കെ, നമ്മൾ ജസ്റ്റ് പി എന്ന് എഴുതി വെക്കുകയാണ്. പ്രിഫിക്സ് നമ്മൾ പി ആയിട്ട് എഴുതി വെക്കുന്നത്. ഈ ഓളജി എന്താണ്? ഈ ഓളജി നമ്മൾ പറയുന്ന കാര്യമാണ് സഫിക്സ്. ഓക്കെ, നമ്മൾ ജസ്റ്റ് എസ് മാത്രമേ എഴുതി വെക്കുന്നുള്ളൂ. ഓക്കെ, നമ്മൾ പി ആൻഡ് എസ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അതായത് പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ കാർഡി ആൻഡ് സഫിക്സ് എന്ന് പറഞ്ഞാൽ ഓളജി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതാണ് പ്രിഫിക്സ് ആൻഡ് സഫിക്സ് ഓഫ് എ റൂട്ട് വേർഡ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മളിനി അടുത്തത് നമ്മൾ ഈ ഒരു വേർഡിന്, അതായത് ഈ പ്രിഫിക്സിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാൻ പോവാണ്. പ്രിഫിക്സിൽ വരുന്നത് മെയിനായിട്ട് വരുന്ന 4 വേർഡ്സ്. ഓക്കെ, 4 കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ നമ്പർ, ലൊക്കേഷൻ, സൈസ്, സ്പീഡ്, പിന്നെ നമുക്ക് മൊമെൻറ്റം. ഓക്കെ, നമുക്ക് 5 വേർഡ് ഉണ്ട്. 5 വേർഡ്. 5th വേർഡ് മൊമെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് വരുന്നത്? നമ്പർ, സൈസ്, ലൊക്കേഷൻ, മൊമെൻറ്റ് ആൻഡ് ലാസ്റ്റ് വേർഡാണ് സ്പീഡ്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പ്രിഫിക്സിൽ വരുന്നത്. ഓക്കെ, 1 2 3 4 and 5. ഓക്കെ, അപ്പോൾ ഈ ഇത്ര 5 കാര്യങ്ങളാണ് പ്രിഫിക്സിൽ വരുന്നത്. ഓക്കെ, നമ്പർ, സൈസ്, ലൊക്കേഷൻ, മൊമെൻറ്റ്, സ്പീഡ്. ഈ 5 കാര്യങ്ങൾ എന്തൊക്കെയാ വെച്ചാൽ ഇത് ഡിനോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് പ്രിഫിക്സിൽ വരുന്ന കാര്യങ്ങളാണ് നമ്പർ, സൈസ്, ലൊക്കേഷൻ, സ്പീഡ്. ഈ 5 കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ടും വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിതിനകത്ത് ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്രോ എന്ന് നോക്കാം. ഓക്കെ, നമ്മൾ മാക്രോ എടുക്കുകയാണ്. ഓക്കെ, ജസ്റ്റ് നമ്മൾ വെറുതെ എഴുതി പോകുന്നുള്ളൂ. നിങ്ങൾക്ക് ഡെഫിനിഷൻ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, മാക്രോ എന്താണ്? മാക്രോ എന്ന് പറഞ്ഞാൽ നമുക്ക് ലാർജർ ആൻഡ് വിസിബിൾ ടു നേക്കഡ് ഐ, നമുക്ക് വലുതായിട്ടുള്ളതും നമ്മുടെ നഗ്നമായ നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുന്നതുമായ ഒരു കാര്യമാണ് എന്ത്? മാക്രോ. ഓക്കെ, നമ്മൾ മാക്രോ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇന്ന് നേരെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും തന്നെ കേട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും മൈക്രോ എല്ലാവർക്കും അറിയാം. അതായത് മൈക്രോ എന്ന് പറഞ്ഞാൽ സ്മോളർ. ഓക്കെ, സ്മോളർ ആൻഡ് നോട്ട് വിസിബിൾ ടു നേക്കഡ് ഐ. നമുക്ക് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ മൈക്രോസ്കോപ്പ് എന്ന് എല്ലാവരും കേട്ടിട്ടില്ലേ? എന്താണ് മൈക്രോസ്കോപ്പ്? നമ്മൾ ചെറിയൊരു പാർട്ടിക്കിളിനെ നമ്മൾ എന്താണ് ഒരു മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുമ്പോൾ നമുക്ക് വലുതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അത് മൈക്രോസ്കോപ്പ്. അത് മൈക്രോ ആയിട്ടുള്ള കാര്യങ്ങൾ കാണാനായിട്ടുള്ള കാര്യമാണ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മൈക്രോ എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്? സ്മോളർ ആൻഡ് നോട്ട് വിസിബിൾ ടു നേക്കഡ് ഐ. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയാണ്, മാക്രോ എന്ന് പറഞ്ഞാൽ ലാർജർ ആൻഡ് വിസിബിൾ ടു നേക്കഡ് ഐ. ഓക്കെ,
അടുത്തതെന്ന് പറഞ്ഞാൽ മൈക്രോ. മൈക്രോ എന്ന് പറഞ്ഞാൽ സ്മോളർ ആൻഡ് നോട്ട് വിസിബിൾ ടു നേക്കഡ് ഐ. ഓക്കെ, അപ്പോൾ ഇത് മറന്നു പോകരുത്. മാക്രോ എന്നാൽ ലാർജർ ആൻഡ് വിസിബിൾ ടു നേക്കഡ് ഐയും മൈക്രോ എന്നാൽ എന്താ സ്മോളർ ആൻഡ് നോട്ട് വിസിബിൾ ടു നേക്കഡ് ഐയും ആണ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഹൈപ്പർ. ഹൈപ്പർ നമുക്ക് വേറൊരു ഇതാണ്. ഓക്കെ, ഹൈപ്പർ എന്ന് പറയുമ്പോൾ ഹൈപ്പർ കുറച്ചുകൂടി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ ഹൈപ്പർ എടുക്കുകയാണ്. ഹൈപ്പർ എന്താ? നമുക്ക് ഹൈപ്പർ എന്ന് കേൾക്കുമ്പോൾ ഒരു രോഗമാണ് എല്ലാവർക്കും ഓർമ്മ വരുന്നത്, ഹൈപ്പർ ടെൻഷൻ. എനിക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നേ. കൂട്ടുകാരനെ നമ്മൾ വഴക്ക് പറയുമ്പോൾ ടീച്ചറൊക്കെ വഴക്ക് പറയുമ്പോഴത്തേക്കും അവനപ്പം തന്നെ ടീച്ചർ എന്നെ വഴക്ക് പറയില്ല, എനിക്ക് ഹൈപ്പർ ടെൻഷൻ ഉള്ളതാണ്. ഇപ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് ഈ പറയുന്നത് പറയുന്നത്. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യമാണ് ഏത് ഹൈപ്പർ ടെൻഷൻ ഉണ്ട് ടീച്ചറെ, എന്നൊന്നും പറയല്ലേ, എനിക്ക് പേടിയാവും എന്ന് പറയണത്. ഓക്കെ, അപ്പോൾ ഈ ഹൈപ്പർ എന്നാൽ എനിക്കതാണ് എപ്പോഴും ഓർമ്മ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഹൈപ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് വരുന്നത്? ഹൈപ്പർ എന്ന് പറഞ്ഞാൽ എലവേറ്റഡ് ഓർ എന്താ പറയുക അബ്നോർമൽ. ഓക്കെ, അബ്നോർമൽ ഓർ എലവേറ്റഡ് അങ്ങനെ എഴുതാം നമുക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ആക്ച്വലി നമ്മൾ ഡെഫിനേഷൻ എഴുതുന്നില്ല. ഡെഫിനേഷൻ എഴുതാതെ നമ്മൾ ഡയറക്റ്റ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലേക്ക്, അതായത് ഈ ഒരു ഇതിൻ്റെ ഓപ്പോസിഷനുള്ള വേർഡ് നോക്കുകയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് പറഞ്ഞു പോകുന്നുള്ളൂ. ഞാൻ ഇപ്പോൾ എഴുതിയപ്പോൾ ഇങ്ങനെ എഴുതി വന്നതാണ്. ഓക്കെ, ഇതിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് വരുന്നത് ഹൈപ്പോ. ഓക്കെ, ഹൈപ്പോ എന്നാൽ ലെസർ. ഓക്കെ, അതായത് ഒരു നോട്ട് നോർമൽ ഓർ ഡിക്രീസ് എന്നുള്ള ഒരു രീതിയാണ് ഹൈപ്പോ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് EU ആണ്. EU ആണ് നെക്സ്റ്റ് വരുന്നത്. ഈ ഒരു കൂട്ടത്തിൽ EU ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് അതിൽ ഹൈപ്പർ, ഹൈപ്പോ, EU എന്ന് പറഞ്ഞാൽ മിക്കവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നോർമൽ എന്നാണ് ഈ ഒരു EUയിൽ വരുന്ന കാര്യം. നോർമൽ. ഓക്കെ, നോർമൽ. ഓക്കെ, അപ്പോൾ അതായത് ഡിക്രീസ്ഡും അല്ല എലവേറ്റഡും അല്ല, അതിൻ്റെ രണ്ടിൻ്റെയും നടക്കുക ആണ് EU വരുന്നത്. ഓക്കെ, നമുക്ക് ഇനി നെക്സ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ബോർഡിൽ നിന്ന് റബ്ബ് ചെയ്തിട്ട് നമുക്ക് അടുത്ത കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഓക്കെ, നമ്മൾ ഈ ബോർഡൊക്കെ മായ്ച്ച് നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത സെക്ഷൻ എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി ബോർഡ് മായ്ച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. പക്ഷേ അതിന് മുമ്പായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു മെഡിക്കൽ ഫീൽഡിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ ഹൈ ലോ അല്ലെങ്കിൽ നോർമൽ ഒന്നും നമ്മൾ സാധാരണ ഒരു ഉപയോഗിക്കില്ല. അതിന് വേണ്ടിയാണ് നമ്മൾ മൈക്രോ, മാക്രോ, ഹൈപ്പോ, ഹൈപ്പർ എന്നൊക്കെ ഉപയോഗിക്കുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. നമ്മൾ ഇനി യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ പാൻ ഓർ ഒമിനി എന്നാണ്. ഓക്കെ, അതായത് പാൻ ഓർ ഒമിനി. ഇത് ഡിനോട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഓൾ എന്ന് വരാൻ വേണ്ടിയിട്ടാണ്. അതായത് ഓൾ നമ്മളിപ്പോൾ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ ഓൾ എന്നുള്ള രീതിയിൽ വരാൻ വേണ്ടിയിട്ടാണ് പാൻ ഒമിനി ഓർ ഒമിനി എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ ഞാൻ നോക്കുന്നത് ആൻ ഓർ എ. ഓക്കെ, എ ഓർ ആൻ. ഓക്കെ, അത് ആബ്സെൻ്റ് ആയിട്ടുള്ളൊരു, അതായത് നമ്മൾ ഇതിനകത്ത് പറയുന്ന കാര്യം നമ്മൾ ആബ്സെൻ്റ് ആയിട്ടുള്ള ഇതിനകത്ത് ഇല്ലാത്ത ഒരു കാര്യത്തിന് നമ്മൾ പറയുന്നതാണ് ആൻ ഓർ എ, ആ ഒരു രീതിയിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, നമ്മളിനി അടുത്ത് പറയാൻ പോകുന്നത് മോണോയാണ്. മോണോ. ഓക്കെ, മോണോ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് കുറച്ച് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഓക്കെ നിങ്ങളിപ്പോൾ കണ്ടോളും. സിംഗിൾ. അതെ, സിംഗിൾ. പിന്നെ അത് ചിലർക്ക് സിംഗിൾ എന്ന് കേൾക്കുമ്പോഴത്തേക്കും ചെറിയൊരു ഇതൊക്കെ ഉണ്ടാവും. നമുക്ക് ആ ഒരു ഒന്നുമില്ല. ഓക്കെ, സിംഗിൾ ഓർ വൺ ഒരു കാര്യത്തിനെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതായത് മോണോ. ഓക്കെ, മോണോ എന്ന് പറഞ്ഞാൽ ഒറ്റൊരു കാര്യം. ഓക്കെ, ഇപ്പം നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഡൈ ട്രൈക്വാഡ് എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവില്ലേ? അതായത് ഡൈ ട്രൈ ക്വാഡ്. ഓക്കെ, ഈ ഒരു കാര്യങ്ങളാണ് എന്ത് നമ്മളിത് പറയുമ്പോഴത്തേക്കും ഡൈ എന്ന് പറയുമ്പോഴത്തേക്കും ഡബിൾ. ഓക്കെ, ഡബിൾ ഓർ ടു രണ്ട് ഉള്ള ഒരു കാര്യത്തിനെയാണ് നമ്മൾ ഡബിൾ, അതായത് ഡൈ എന്ന് പറയുന്നത്. അതായത് നമുക്കിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ട്വിൻസ് ഒക്കെ വരുമ്പോഴത്തേക്ക് ട്വിൻസ് അല്ലെങ്കിൽ ട്രിപ്പിൾസ് ഒക്കെ വരുമ്പോഴത്തേക്ക് ട്രൈ, അങ്ങനെയൊക്കെ ട്രൈ അങ്ങനെ ഗസ്റ്റേഷൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഡൈ ഗസ്റ്റേഷൻ, ട്രൈ ഗസ്റ്റേഷൻ എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളിനകത്ത് വരുന്നത്. അപ്പോൾ 3 ആണ് ട്രൈ എന്ന് പറയുന്നത്. ഓക്കെ, 3നെയാണ് നമ്മൾ ട്രൈ എന്ന് പറയുന്നത്. ക്വാഡ് എന്ന് പറയുമ്പോഴത്തേക്കും സെയിം ആസ് 4. ഓക്കെ, അപ്പോൾ 4. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ടേംസ് വരുന്നത്. ഇനി നമ്മൾ ഇതിനകത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ പോളി എന്ന് പറഞ്ഞാൽ എന്താ? മെനി, കുറേ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോളിയെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പോളി അതായത് കുറേ, മെനി. ഈ ഒരു വേർഡാണ് നമ്മൾ എന്ത് പറയുന്നത്? പോളി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്തരം വേർഡ് നമ്മൾ നോക്കി. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു വേർഡ്സൊക്കെ നമ്മൾ നോക്കി. അപ്പോൾ പോളി എന്ന് പറഞ്ഞിട്ട്
ഇനി നമുക്ക് വരുന്ന മറ്റ് രണ്ട് വേർഡുകളാണ്. ഞാനിപ്പോൾ ഇതിനകത്ത് കുളം വരച്ചെന്ന് വെച്ചാൽ കുറച്ചും കൂടെ ഒന്ന് സ്പേസ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് പോളി വരെ എത്തി നമ്മൾ. ഇനി കുറച്ച് ചെറിയ, അതെ, കുറച്ചെന്ന് പറയുന്നത് എന്താ? ഒലീഗോ. ഒലീഗോ എന്നാൽ കുറച്ച്, ലിറ്റിൽ ബിറ്റ് അല്ലെങ്കിൽ സ്മോളർ എന്ന് പറയാം നമുക്ക്. ലിറ്റിൽ. ഓക്കെ, ഇതാണ് ലിറ്റിൽ, ഒലീഗോ, കുറച്ച്. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടാക്കി എന്ന് പറഞ്ഞാൽ സ്പീഡ്. ഓക്കെ, ആ ടാക്കി എന്ന് പറഞ്ഞാൽ സ്പീഡ് എന്ന് പറയാം, നമുക്ക് ഫാസ്റ്റ് എന്ന് പറയാം, റാപ്പിഡ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് ആ ഒരു ടാക്കി എന്ന് പറയുന്നതാണ് ഏത്? സ്പീഡ്. ഓക്കെ, നമുക്ക് സ്പീഡ് എന്ന് പറയാം. കുറച്ചുകൂടി നമുക്ക് താഴത്തോട്ട് എഴുതാം, ഫാസ്റ്റ്, റാപ്പിഡ്. ഈ 3 വേർഡുകൾ ഡിനോട്ട് ചെയ്യുന്ന ഒറ്റ വേർഡാണ് ടാക്കി, TACHY. ഓക്കെ, അപ്പോൾ ഈ ഒരു വേർഡ് വരുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത്, ഓക്കെ, നമ്മളപ്പോൾ ഇത്തരം വേർഡുകൾ നമ്മൾ പഠിച്ച്. അപ്പോൾ എന്തൊക്കെയാണ്? ടാൻ ഓർ ഒമിനി എന്ന് പറഞ്ഞാൽ ഓള്, ആൻ അല്ലെങ്കിൽ എ എന്ന് പറയുന്നത് ആബ്സെൻറ്റ്, അത് ആബ്സെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. മോണോ എന്ന് പറഞ്ഞാൽ സിംഗിൾ. ഓക്കെ, സിംഗിൾ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ സിംഗിൾ കൂട്ടുകാരനെ ആലോചിച്ചാൽ മതി. ഓക്കെ, നമുക്ക് അങ്ങനെ പറയാം. ഇനി ഡൈ എന്ന് പറയുന്നത് ട്വിൻസിന് അല്ലെങ്കിൽ ഡൈഗസ്റ്റേഷ്യ അല്ലെങ്കിൽ ട്രൈഗസ്റ്റേഷ്യ എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതാണ് ഡബിൾ ഓർ 2. ഓക്കെ, രണ്ടിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് ഡൈ എന്ന് പറയുന്നത്. ട്രൈ ആണെങ്കിൽ 3, ക്വാഡ് ആണെങ്കിൽ 4. ഓക്കെ, 4 ക്വാഡ് എന്ന് പറഞ്ഞാൽ 4. പോളി എന്ന് പറഞ്ഞാൽ മെനി. അതായത് നമുക്ക് എക്സാമ്പിൾ പറഞ്ഞാൽ പോളി എന്ന് പറഞ്ഞാൽ പോളി ഒരു അതായത് ടെക്നിക്കൽ സ്റ്റഡീസ് ഒക്കെ പഠിപ്പിക്കുന്ന ഒരു ഇതാണല്ലോ പോളി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും. അപ്പോൾ നമ്മൾ അവിടെ കുറേ പഠിപ്പിക്കാനുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ മെനി, പോളി, മെനി. ഓക്കെ, അപ്പോൾ അത് ആലോചിച്ചാൽ മതി ജസ്റ്റ്. ഓക്കെ, പിന്നെ ഒലീഗോ എന്ന് പറഞ്ഞാൽ എന്താ? ലിറ്റിൽ, കുറച്ചിനെ എന്നുള്ളൊരു കാര്യത്തിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് ഒലീഗോ എന്ന് പറയുന്നത്. അത് ടാക്കി. സ്പീഡിനെ ഡിനോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് സ്പീഡ്, ഫാസ്റ്റ്, റാപ്പിഡ്. ഈ 3 കാര്യത്തിനെ ഡിനോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത്? ടാക്കി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സെക്ഷനിൽ അത്യാവശ്യം നമ്മൾ കാര്യങ്ങളൊക്കെ അതിൽ ഏകദേശം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ് വരുന്നതുവരേക്കും ബൈ.